ഹായ് നമസ്കാരം. ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കഴിഞ്ഞാൽ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് +1 ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ട് വരും എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് കുട്ടികൾ ടെൻഷൻ അടിച്ച് കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ HSCയുടെ സൈറ്റിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഏപ്രിലോട് കൂടി +1 റിസൾട്ട് വരും എന്നത്. സംഭവം +1 വാല്യുവേഷൻ കഴിഞ്ഞു, ടാബുലേഷൻ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ വാല്യുവേഷൻ കഴിഞ്ഞു, ടാബുലേഷൻ കഴിഞ്ഞു, എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് ഈ മാസം ലാസ്റ്റോട് കൂടി എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഇന്ന് വരുമെന്നാണ് ഒരുപാട് കൂട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വന്നില്ലെങ്കിൽ 25-നുള്ളിൽ അല്ലെങ്കിൽ ഈ മാസം അവസാനത്തിനുള്ളിൽ തന്നെ അതുണ്ടാകും. അതിനുശേഷം മാത്രമായിരിക്കും നമ്മുടെ SSLC റിസൾട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാർ ഇന്ന് അക്സെപ്റ്റും പ്രഡിക്ഷനും ഒക്കെ ചെയ്യുന്നുണ്ട് ഇന്ന് വരുമെന്ന്. പക്ഷേ ഇന്ന് വരുന്നെങ്കിൽ തന്നെയാണ് kerala.nic.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാം. റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നല്ല തിരക്കുണ്ടാവും. എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും നൽകിയാണോ അത് നോക്കാനായിട്ട് ഉടൻ തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്ക് കുറവുണ്ടെങ്കിൽ റീവാല്യൂഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് സ്കൂളുകളുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ട് തന്നെ ആയാലും കുട്ടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. കാരണം HSCയുടെ സൈറ്റിൽ വരെ അങ്ങനെ പറയുന്നത് കൊണ്ടാണ് എല്ലാവരും അങ്ങനെ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർ ഈ മാസം എന്തായാലും കാത്തിരുന്നോളൂ. ഒരു പക്ഷേ ഇന്ന് വന്നേക്കാം, അല്ലെങ്കിൽ സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെയാണ് സാധാരണ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 25-ാം തീയതിക്കകം നിങ്ങൾക്ക് എന്തായാലും +1 റിസൾട്ട് പ്രതീക്ഷിക്കാം, റീവാല്യുവേഷൻ റിസൾട്ട് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.